ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നമ്മളിന്ന് എല്ലാവരുമായിട്ട് ഇന്ന് ഞായറാഴ്ചയാണല്ലോ. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണേ. എവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. പ്ലേസ് വരുന്നത് ഞാൻ പറഞ്ഞുതരാവേ. വെള്ളടയാണ് കേട്ടോ. വെള്ളട കഴിഞ്ഞ് കുറേ പോകണം. മെയിൻ ഡെസ്റ്റിനേഷൻ വെള്ളടയാണ് എന്ന് പറയാം. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ +2 റിസൾട്ടിനൊക്കെ ശേഷം ഒരു തവണയേ പോയിട്ടുള്ളൂ. അതിനുശേഷം ഇന്നാണ് പിന്നെ പോകുന്നത്. ഞങ്ങൾ ഇറങ്ങിയ സമയം ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം നല്ലൊരു വെതറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നല്ല സൺലൈറ്റും കളറൊക്കെ ഉള്ള ഒരു വെതർ എന്ന് പറയുന്നത്. ഇന്ന് പള്ളിയിലൊക്കെ ഇരുന്ന ടൈം വരെയും ഒക്കെയും നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രത്തോളം ക്ലൈമറ്റ് മാറിയെന്നാണ് മനസ്സിലാവാത്തത്. പക്ഷേ എന്തായാലും നമ്മളങ്ങനെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് 4 പേർക്കായാലും ഉണ്ടല്ലോ, നമുക്ക് ഈ അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ഫീലല്ലേ. പിന്നെ ഈ ഒരു പൂച്ചയെ കണ്ടോ, ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതേ ആംഗിളിൽ തന്നെ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ എന്താ പറയുക, കാറിലാണ് കേട്ടോ പോകുന്നത്. റോഡ് സൈഡായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ വീട് റോഡിൽ നിന്ന് കുറച്ച് താഴോട്ടാണ് കേട്ടോ. അതാണ് ഞാൻ നടന്നു വന്നത് കാട്ടിയത്. ദെൻ എന്തായാലും നമ്മൾ കാറിൽ കയറി നമ്മൾ ട്രാവലിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അത്യാവശ്യം ഇപ്പോൾ അവിടെ ചെടികളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ മുന്നേ ആണെങ്കിൽ അത്യാവശ്യം നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും, ഞാൻ കൂടുതലും ചെടികളുടെയും പൂക്കളുടെയൊക്കെ വീഡിയോസൊക്കെയാണ് ഞാൻ കൂടുതലും ഷോർട്സ് ആയിട്ടായാലും വീഡിയോ ആയിട്ടായാലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അവിടെ ഇല്ലയെന്നാണ് പറയണത്. പക്ഷേ നമ്മൾ അവിടെ എത്തിയ ടൈമിൽ കുറച്ച് മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്താ പറയുക, എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് സാലഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മമ്മ തൈര് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം തന്നെ എന്താ പറയുക, സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ടായിരുന്നത്. നമുക്ക് ക്യാരറ്റ് തോരൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, സാമ്പാർ, അവിയൽ, പിന്നെ ഈ സാലഡും ഉണ്ടായിരുന്നു. ഈ തോരൻ ഇങ്ങനെ കണ്ടിട്ട് ആരും അതിശയിക്കണ്ട കേട്ടോ. ഞാൻ എന്താ പറയുക, എനിക്ക് ഈ കറികൾ എന്ന് പറയുന്നത് അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ എനിക്ക് പക്ഷേ ഈ തോരൻ എന്ന് പറയുന്നത് ഭയങ്കര അർജൻറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആവശ്യമുള്ള സംഭവമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഞാൻ എപ്പോഴും അമ്മയായിട്ട് അടി ഉണ്ടാക്കുന്നതും ഈ ഒരു തോരൻ ഇല്ലയെന്നുണ്ടെങ്കിലാണ് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, ബീട്രൂട്ട് ആയാലും ക്യാബേജ് ആയാലും തോരൻ എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് ഉണ്ടാവണം. അതാണ് എൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഈ തോരൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ജില്ലയിലൊക്കെ ഉപ്പേരി എന്നൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളവിടെ ട്രിവാൻഡ്രത്താണെങ്കിൽ തോരൻ എന്നാണ് കേട്ടോ പറയുന്നത്. ക്യാരറ്റ് തോരൻ, ബീട്രൂട്ട് തോരൻ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി അമ്മമ്മയുടെ വീടാണ് കേട്ടോ കാട്ടിയത്. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ മരങ്ങളും എന്താ പറയുക, മൊത്തം ഇതാണ് കേട്ടോ. അമ്മമ്മയുടെ വക അപ്പൂപ്പനൊക്കെ ചെയ്യുന്ന കുറേ കൃഷികളുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ തന്നെ ചുറ്റിനും ഇവിടെ അധികം അങ്ങനെ വീടുകളൊന്നും അടുത്തടുത്തില്ല. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്താണെങ്കിൽ അടുത്തടുത്ത് തന്നെ 2-3 വീടുകളാണ് കേട്ടോ. പക്ഷേ അപ്പോൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര ഒരു ഇതായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അമ്മാമ്മ അപ്പൂപ്പനൊക്കെ ആണെങ്കിൽ വീഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ഞാൻ അതാണ് വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ. മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ. പിന്നെ ആകെപ്പാടെ അങ്ങനെ വെതറൊക്കെ ഒന്ന് ക്ലിയറായി വരുന്നതേ ഉള്ളൂ. ഈ കാണുന്നുണ്ടോ, ഓർക്കിഡ് ആയിരുന്നു കേട്ടോ. ഇവിടെ ശരിക്കും പൂക്കളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പർപ്പിൾ കളറായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കണ്ടില്ല, ഇതാണ് അവസ്ഥ. ഞാൻ പിന്നെ നേരെ പോയത് മച്ചിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഞാനപ്പോൾ അവിടെ കുറച്ച് നേരം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോയത്. അവരെല്ലാം താഴെ ഇരിക്കുകയായിരുന്നു. എവിടെ ഇങ്ങനെ വന്നാലുണ്ടല്ലോ കാര്യം പറഞ്ഞിരിക്കലാണ് പണി. കാരണം എന്താ പറയുക, അമ്മയായാലും അമ്മമ്മയായാലും ഒക്കെ എപ്പോഴും ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൂപ്പനും പപ്പയൊക്കെ ആയിട്ട് അവർ വേറൊരു ഡിസ്കഷനാണ്. പിന്നെ മോനോട്ടൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്താ പറയുക, അവൻ ഈ വീടിൻ്റെ ഓരോ കോർണേഴ്സിലും പോകും. എന്നിട്ട് എന്തൊക്കെയാണ് ഉള്ളത് അവൻ അതൊക്കെ എടുത്തിച്ച് കളിക്കും കേട്ടോ. അതായത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ അവിടെ കാണുന്നത്, അതെന്താണ് അമ്മമ്മേ, ഇതെന്താണ് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അവൻ്റെ പണിയെന്ന് പറയുന്നത്. ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ പോകുന്നുണ്ടാവുക. ചിലപ്പോൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കൂടുതലും ഞാൻ അമ്മമ്മയോടും അപ്പനോടും ഒക്കെ കാര്യം പറഞ്ഞിരിക്കാറാണ് കേട്ടോ പതിവ്. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ചീനിക്കിഴങ്ങാണ് കേട്ടോ. നമ്മളവിടെ അങ്ങനെ പറയും. ഇത് മധുരമുള്ള ഒരു കിഴങ്ങാണ്. അത് നമ്മളിന്ന് എന്താ പറയുക, അത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വെറുതെ കഴിക്കാനാണ് കേട്ടോ. കാരണം ഈ മധുരമുള്ളതല്ലേ, അപ്പം നമുക്ക് വേറെ കൂട്ടുകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ എക്സ്പ്രഷൻ കുറച്ച് ഓവറായോ. എന്തായാലും ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇടയിൽ മോനോട്ടനെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ഒന്ന് ഹായ് പറയാൻ വേണ്ടിയിട്ട്. ആളിങ്ങനെ തിരക്കിലാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ഞാനിവിടെ കുറച്ച് നിന്ന പൂക്കളെന്ന് പറയുന്നത് ആന്തൂറി ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടോ, മഴയിൽ ഇങ്ങനെ വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുന്ന പരുവത്തിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്.
എവിടെ ഇങ്ങനെയൊന്നും അല്ല ഗൈസ്, എവിടെ നന്നായിട്ട് ചെടികളൊക്കെ ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് കെയർ കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണ് എല്ലാം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ബാൽസമാണ്, ഓറഞ്ചാണ് ഉള്ളത്. നമ്മൾ കൂടുതലും ചെടികൾ നമ്മളെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതായാലും എവിടെ നിന്ന് തൈകൾ കൊണ്ടുപോയിട്ടാണ് കേട്ടോ. എവിടെ നിന്ന് പിന്നെ അമ്മാമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ, ഞാൻ ചിത്തിയെന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അവിടെയും ഒത്തിരി ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ നിന്നൊക്കെയാണ് നമ്മളിങ്ങനെ എന്താ പറയുക കൂടുതൽ നമ്മളെ വീട്ടിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ, എവിടെ പോയാലും നമ്മളിങ്ങനെ എന്തെങ്കിലും ചെടികളൊക്കെ ആയിരിക്കും കൂടുതലും കൊണ്ടുവരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി ലൈറ്റ് കളറായിട്ട് വരുന്ന ഓറഞ്ച് ബാൽസം തന്നെയാണ്. പിന്നെ ഞാനൊരു പ്ലാന്റ് കാണിച്ചു തരാം. ബട്ടർഫ്ലൈ പ്ലാന്റാണ്. എന്താ പറയുക, ഇതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ നല്ല ഫ്ലവേഴ്സൊക്കെ ഒന്ന് നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ലീഫ് കണ്ടില്ലേ, ഒരു ബട്ടർഫ്ലൈ മോഡലല്ലേ ഇരിക്കുന്നത്, കറക്റ്റ് അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. അതായിരിക്കാം ഇങ്ങനൊരു നെയിം വരാൻ കാരണം. പിന്നെ ഈ ഒരു ബാൽസത്തിനൊന്നും അങ്ങനെ ഒട്ടും ഉഷാറായിട്ടല്ല നിൽക്കുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ വന്ന് എവിടെ നിന്ന് തന്നെ ഓരോ സംഭവങ്ങളെടുത്ത് അത് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, കുറേ റബ്ബർ ബാൻഡ് അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കളേഴ്സായിട്ട് എന്താ പറയുക കളക്ട് ചെയ്ത് തരം തിരിച്ച് വെക്കുകയാണ് കേട്ടോ ആൾ ചെയ്യുന്നത്. എടാ, ഈ റബ്ബർ ബാൻഡ് വെച്ചിട്ടേ നീ എന്താ ചെയ്യുന്നത്? ഈ ഒരു ക്യാമറ ഓർമ്മയുണ്ടോ? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അവൻ്റെ ക്യാമറ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പറയാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടല്ലോ, ഇത് എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ സംഭവം. നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിൽക്ക് കറക്റ്റ്. ഇത് ഇതിനോടൊപ്പം തന്നെ കിട്ടുന്ന ചാർജറാണ്. ഇതാ കണ്ടോ, ഇതാണ് കേബിൾ. ഇത് നമ്മുടെ മറ്റേ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചാർജ് കയറാനായിട്ട് അത്യാവശ്യം ടൈം എടുക്കും. ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മണിക്കൂർ തികച്ചല്ല, പക്ഷെ എങ്കിലും 2 മണിക്കൂർ അടുപ്പിച്ച് ടൈം എടുക്കാറുണ്ട്. ഇത് പിന്നെ എന്താ പറയുക, അത് ഓൺ ആയിട്ടുണ്ട്. അയ്യോ, ആദ്യം ഒരു പിക്ചർ കാണിക്കുക കേട്ടോ അനിമൽസിൻ്റെ ഒക്കെ വെച്ചിട്ട്, എന്നിട്ടാണ് ഈ ഒരു സംഗതി വരുന്നത്. ഞാനിത് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ല രസമാണ് കേട്ടോ ഇത് സംഭവം. ഇത് പിന്നെ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് കൊണ്ടുവന്നിട്ടില്ല അല്ലേ? അത് കൊണ്ടുവന്നിട്ടില്ല. ഇതേ കളറ് വന്നിട്ട് ഞാനിത് ഓഫ് ഇട്ടെ. എന്താ നീ പറയണ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറ. കണ്ണിന്ന് ഉദ്ദേശിച്ച ത്രെഡാണോ ഉദ്ദേശിച്ചോ? ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, നീ ഞാൻ ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെക്കേഷനൊക്കെ ഇട്ടെ ഈ കുട്ടി 5ാം ക്ലാസ്സിലോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളത്. 5ാം ക്ലാസ്സിലായിട്ടുണ്ട്. 5ാം ക്ലാസ്സിലായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞോ എങ്ങനെയാണ് ക്ലാസ് ഒക്കെ എന്നുള്ളത്? അടിപൊളിയാണ്. കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നത്. റാഗിങ്ങിന്റെ കാര്യം ഞാൻ പറയാവേ. ആദ്യം വന്നിട്ട് റാഗിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം, ഈ 5ാം ക്ലാസ്സിലൊക്കെ റാഗിങ് ഉണ്ടോ? അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, 6ലും 7ലും അവിടെ 7ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പം അവിടെയുള്ള കുട്ടികളാണ് ഈ റാഗ് ചെയ്യുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് പറയുന്നത് എവൻ്റെ ക്ലാസ്സിൽ തന്നെ 3 ബോയ്സ് ഉണ്ട്. അപ്പം അവർ കുറച്ച് തടിമിടുക്കുള്ളവരാണ്. അപ്പം ഓക്കെ ഞാൻ പറഞ്ഞെന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെവിടെ നോക്ക്, എവൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന 3 പിള്ളേരാണ്. അവരത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം നല്ല പിള്ളേരാണ്. അപ്പോൾ അവരാണ് എന്താണ് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്നുള്ളത് റാഗ് ചെയ്യുന്ന മാതിരി അവന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് അത്രേ. പിന്നെ എവൻ ഇങ്ങനെ കുറച്ച് കാര്യം ഉണ്ടെങ്കിൽ തന്നെ അതിന് ഭയങ്കര എന്തോ വലിയ കാര്യമായിട്ട് പറയും. പിന്നെ ഈ കുട്ടി ഒരു ദിവസം വീണിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ. അതെ, ഞാൻ വീണെടുത്താ തൊട്ടെ. കാൽമുട്ട്, വയറ്. ഞാൻ വ്ളോഗ് എടുക്കുകയാണ്, കുറച്ച് റെസ്പെക്ട് ചെയ്യന്നെ. നിന്നെക്കാൾ 8 വയസ്സ് എന്താണ് മൂത്ത ആളാണ് ഞാൻ. അതെ, നമ്മൾ തമ്മിൽ എനിക്കിപ്പം എന്താ പറയാ 17 തികഞ്ഞിട്ടുണ്ട്. 18 സ്റ്റാർട്ടാണ്. പ്ലസ് 2 കഴിഞ്ഞിട്ടുണ്ട്. യെസ്, 18 ആവാൻ പോവാണ്.
18 തികയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എത്ര വയസ്സെന്ന് പറയാൻ? 10 ആയിട്ടേ ഉള്ളൂ. അത്ര 8 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മൾ തമ്മിൽ. ഈ കുട്ടി എടാ വീണത് എങ്ങനെയാന്ന് പറ. വീണത് ഇവരെ ക്ലാസ് വന്നിട്ട് ഇവരെ സ്കൂളിലോട്ട് കയറി പോകുന്നത് ഒരു സ്റ്റെപ്പിലാണ് പോകുന്നത്. ഒരു വലിയ സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കേറാതൊക്കെ ഇരുന്നിട്ട് മുന്നേ പഠിച്ച സ്കൂളിലൊന്നും അങ്ങനെയുള്ള സ്റ്റെപ്പുകളൊന്നുമില്ല. അതെ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കയറിയ ടൈമിൽ എന്താണ് ആദ്യമായിട്ടല്ലേ, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വീണിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, അവ ഇങ്ങനെ ഓടും എപ്പോഴും ഇങ്ങനെ. സത്യം ഞാൻ പറയട്ടെ ഞാൻ ചോദിച്ചു സ്റ്റെപ്പിലൂടെ ഓടരുത്, അത് നടന്ന് പറഞ്ഞു. എടാ ഞാൻ അവിടുത്തെ സ്റ്റെപ്പിന്റെ കാര്യമല്ല പറഞ്ഞേ, നമ്മുടെ വീട്ടിലെ തന്നെയുള്ള സ്റ്റെപ്പിൽ ഇങ്ങനെ ഓടുക ആ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അപ്പൊ പറഞ്ഞപ്പോ പിടി അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി കമ്പി വെക്കാൻ നിൽക്കണ്ട, നീ മര്യാദക്ക് നടന്നാൽ മതി. എടാ ഞാൻ ഒന്ന് പറയട്ടെ പ്ലീസ്. അവ ഇങ്ങനെയാണ് കേട്ടോ, മിണ്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നുമില്ല, പാവം കൊച്ചാണ്. മിണ്ടി തുടങ്ങിയ പിന്നെ വാ അടപ്പിക്കാനാ പാട്. അപ്പം സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടന്ന് വരണം, ഓടാതെ വരിക എന്നുള്ളത്. അപ്പൊ പറയാണ് സ്റ്റെപ്പിലൂടെ എങ്ങനെയാ നടന്ന് വരിക എന്നും. അങ്ങനെ ചോദിച്ച കുട്ടിയാണ്. നടക്കാനും പറ്റില്ല, ഓടാനും പറ്റില്ല, സ്റ്റെപ്പിലൂടെ നിരന്ന പ്ലേസ് അല്ല. അങ്ങനെ അവനും ഞാനുമായിട്ട് ഒത്തിരി തന്നെ നേരം സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അത് അത്രയും ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകെപ്പാടെ ലെന്തി ആയിപ്പോവും വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം അവിടെ വെച്ച് കട്ട് ചെയ്തു. എന്തായാലും പുള്ളിക്കാരനാണെങ്കിൽ അവൻ ആ റബ്ബർ ബാൻഡ് എല്ലാം തരംതിരിച്ച് വെച്ചിട്ടുണ്ട് നീറ്റായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു. അതിനോടൊപ്പം ഞാൻ ന്യൂഡിൽസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്ത് തന്നെ കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കടയിൽ പോയിട്ടാണ് നമ്മൾ മാഗി വാങ്ങിയിട്ട് വന്നിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കിയത്. ഇത് യെല്ലോ പാക്കറ്റ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി നമ്മളത് കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 8-8:15 ആയ ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. കണ്ടില്ലേ, അത്രയ്ക്ക് നൈറ്റ് ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആയിട്ട് പോയാലും നമ്മൾ രാത്രിയാണ് വരിക. അതിപ്പോൾ രാവിലെ പോയാലും രാത്രിയായിരിക്കും അവിടെ നിന്ന് മടങ്ങി വരുന്നത്. മിക്കവാറും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ഉറങ്ങി അവർ ചിലപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയുള്ള ടൈമിലായിരിക്കും നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തുന്നുണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. താങ്ക്